ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് ബൈറ്റ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ കുറേ ക്ലിപ്പിങ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടു നോക്കി നമുക്കൊന്ന് ഹിന്ദിയിൽ പറഞ്ഞു നോക്കിയാലോ? അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യത്തെ പിക്ചർ ഒന്ന് കണ്ടു നോക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, രസഗുള്ളയാണ് അല്ലേ? അപ്പം ഈ രസഗുള്ള കാണുമ്പോൾ പറയുക, യह रसगुल्ला, मुझे रसगुल्ला बहुत पसंद है. क्या आपको भी रसगुल्ला पसंद है? ഇത് രസഗുള്ളയാണ്. എനിക്ക് രസഗുള്ള ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കെല്ലാവർക്കും രസഗുള്ള ഇഷ്ടമാണോ? അടുത്തത്, മോള് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഹിന്ദിയിൽ പറയാം, മേരി ബേട്ടി അപ്നി ഹോംവർക്ക് പൂർണ്ണ കർ രഹി ഹൈ, या फिर मेरी बेटी अपनी होमवर्क कंप्लीट कर रही है. കംപ്ലീറ്റിൻ്റെ നമ്മൾ ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുക? ഘർ കാ പാഠ്. ഇങ്ങനെയും പറയാം, മേരി ബേട്ടി ഘർ കാ പാഠ് പൂർണ്ണ കർ രഹി ഹൈ മീൻസ് മൈ ഡോട്ടർ ഈസ് കംപ്ലീറ്റിംഗ് ഹർ ഹോംവർക്ക്. എന്നോട് മോള് ആ മഞ്ഞപ്പൂ പറിക്കാനുള്ള പെർമിഷൻ ചോദിക്കുവാണ്. അപ്പോൾ നമ്മൾ ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുക? മേരി ബേട്ടി പീലേ രംഗ് കി ഫൂൽ തോടനെ കി അനുമതി മാംഗ് രഹി ഹൈ means my daughter is asking permission to pluck the yellow color flower. അടുത്തത്, മോള് ഡ്രോയിങ് ചെയ്യുവാണേ. അപ്പം നമ്മൾ ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുക? മേരി ബേട്ടി ചിത്ര ബനാ രഹി ഹൈ, മൈ ഡോട്ടർ ഈസ് ഡ്രോയിങ്. ഡ്രോയിങ് ചെയ്യുമല്ലേ? അപ്പോൾ എങ്ങനെയാണ് പറയുക? മേരി ബേട്ടി ചിത്ര ബനാ രഹി ഹൈ. അടുത്തത്, കാണുമ്പോൾ അറിയാം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുക? ബാരിഷ് ഹോ രഹി ഹൈ, അല്ലെങ്കിൽ വർഷ ബരസ് രഹി ഹൈ, ഇറ്റ്സ് റെയിനിങ്. വർഷ എന്ന് അധികം ഉപയോഗിക്കാറില്ല. കോമൺ ലാംഗ്വേജിൽ നമ്മൾ ബാരിഷ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. വർഷ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി പാടല്ലേ. അപ്പം നമ്മൾ കോമൺലി ബാരിഷ് എന്നാണ് കൂടുതലും ഉപയോഗിക്കുക. അപ്പം നമ്മൾ എങ്ങനെ പറയും? ബാരിഷ് ഹോ രഹി ഹൈ മീൻസ് ഇറ്റ്സ് റെയിനിങ്. അടുത്തത്, മോള് സന്തോഷമായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ പറയാം? മേരി ബേട്ടി നാച്ച് രഹി ഹൈ, വഹ് ബഹുത് ഖുഷ് ഹൈ, മൈ ഡോട്ടർ ഈസ് ഡാൻസിങ്, ഷീ ഈസ് വെരി ഹാപ്പി അല്ലേ? അവൾ സന്തോഷവതി ആണ്. ഷീ ഈസ് വെരി ഹാപ്പി, വഹ് ബഹുത് ഖുഷ് ഹൈ. മേരി ബേട്ടി നാച്ച് രഹി ഹൈ, ഷീ ഈസ് ഡാൻസിങ്. വളരെ എളുപ്പമല്ലേ? അടുത്തതായി കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇറ്റ്സ് ഈവനിങ്, വൈകുന്നേരമാണ് അല്ലേ? അപ്പം നമ്മൾ ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുക? ഷാം ഹോ ഗയി, ഇറ്റ്സ് ഈവനിങ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.